ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ ടോപ്പിക്ക് നമ്മളുടെ ഇന്ത്യ US റിലേഷൻസിനെ കുറിച്ച് ആണ്. ജിയോ പൊളിറ്റിക്സ് നമ്മൾ പറയുമ്പോൾ നമ്മൾ അമേരിക്കൻ പോളിസിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും അവരുടെ ഇരട്ടത്താപ്പ് നയങ്ങളെക്കുറിച്ചാണ് നമ്മൾ. ഡബിൾ സ്റ്റാൻഡേർഡ്, ഒന്ന് പറയുകയും മറ്റൊന്ന് ചെയ്യുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. കാരണം അമേരിക്ക ഒരു ലോകത്തിലെ രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രാജ്യമാണ്. ഇക്കണോമിക്കലി, മിലിറ്ററിലി എല്ലാം തന്നെ ലോകത്തിലെ ഒരേ ഒരു സൂപ്പർ പവർ എന്നുള്ളൊരു ക്ലെയിം ഇപ്പം സോവിയറ്റ് യൂണിയൻ്റെ കൊളാപ്സിന് ശേഷം ലോകത്തൊരേ ഒരു സൂപ്പർ പവർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അത് അമേരിക്കയാണ്. ആ അമേരിക്ക ഒരു സൂപ്പർ പവർ സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ ഒരേ ഒരു സൂപ്പർ പവർ മാത്രമേ ഉണ്ടാകാവൂ എന്നുള്ളൊരു എന്താണ് പറയുന്നത്, ആ ഒരു പദ്ധതി നിലനിർത്താൻ വേണ്ടി ആണ് ഈ കാണിക്കുന്ന പോരാട്ടങ്ങളും വ്യഗ്രതകളും, അല്ലെങ്കിൽ അവരുടെ ആ ജിയോ പൊളിറ്റിക്കൽ പോളിസീസ് എല്ലാം തന്നെ അതിനെ ലക്ഷ്യമാക്കിയാണ് ശരിക്കും പറഞ്ഞാൽ. മറ്റൊരു രാജ്യം ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടായിട്ടോ, ഇപ്പോൾ റഷ്യ, ചൈന, ഇന്ത്യ അല്ലെങ്കിൽ ഇറാൻ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മ ഒരുമിച്ച് നിന്നിട്ട് അമേരിക്കൻ സുപ്രമസിയെ, സർവാധിപത്യത്തെ അല്ലെങ്കിൽ സർവാധികാരത്തെ ഒരിക്കലും ചലഞ്ച് ചെയ്യരുത് എന്നാണ് അമേരിക്കയുടെ പക്ഷം. അപ്പോൾ അങ്ങനെയുള്ള അമേരിക്ക, ഇപ്പോൾ നമുക്കറിയാം ഏത് രാജ്യത്തിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവർക്ക് അവരുടെ രാജ്യ താല്പര്യമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ കേൾക്കാൻ നമുക്ക് ഒരു രസമോ സുഖമോ ഒക്കെ തരും. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം പറയുമ്പോഴും നമ്മൾ പറയും, പല കാര്യങ്ങൾ നമ്മൾ പറയുമ്പം ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ചില താല്പര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുണ്ടായിരിക്കും. പക്ഷേ എന്നാലും തീർച്ചയായിട്ടും നമുക്കറിയാം ഭരണകൂടം, ഭരണ സംവിധാനങ്ങൾ അതൊന്നും ഒരിക്കലും പൂർണ്ണമായിട്ടും നമ്മളെന്ന് പറയുന്ന ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കത്തില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. അതിപ്പോൾ ഏത് രാജ്യത്തായാലും, ഇന്ത്യയിൽ മാത്രമല്ല പാകിസ്ഥാനിലായാലും. പാകിസ്ഥാൻ്റെ കാര്യമൊക്കെ അവിടുത്തെ ജനങ്ങളുടെ ജീവിതങ്ങൾ ഇത്രയും കട്ടപ്പുകയായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന കാലാകാലങ്ങളായി അവിടെ മാറി മാറി വന്ന ഭരണ സംവിധാനങ്ങളും ഭരണകർത്താക്കളും ഒക്കെ തന്നെ ജനങ്ങളെ കരുതാതെ, ജനങ്ങളെ വകവയ്ക്കാതെ, എന്നുവെച്ചാൽ ജനങ്ങളെ കൺസിഡർ ചെയ്യാതെ അവരുടെ താല്പര്യങ്ങളെ മാത്രം പരിഗണിച്ചുകൊണ്ട് അവർ ഭരണം നടത്തുന്നത് മാത്രമാണ്. എന്നുവെച്ചാൽ അവർക്കും അവരുടെ കുടുംബത്തിന് മാത്രം റിച്ച്നെസ് ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ റിച്ച്നെസ് ലഭിക്കുക എന്നുള്ള ഒരൊറ്റ താല്പര്യത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ഭരിച്ചതിൻ്റെ ഒരു ഫലമാണ് നമ്മൾ പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും ഈവൻ ഇന്ത്യയിലായാലും നമ്മൾ കാണുന്നത്. ഇത്രയും വർഷമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പ്രൗഢഗംഭീരമായിട്ട് ക്ലെയിം ചെയ്യാം പല കാര്യങ്ങളും. എന്നാൽ തന്നെയും തീർച്ചയായിട്ടും ഒത്തിരി നമ്മൾ പുറകിലാണ്. അത് തീർച്ചയായിട്ടും ഇവിടെ ഭരിച്ച ആൾക്കാരുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്, അക്കൗണ്ടബിലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എല്ലാ രാജ്യത്തും ഇങ്ങനെ തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പിന്നെ നമ്മൾ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്ക അല്ലെങ്കിൽ ജപ്പാൻ അല്ലെങ്കിൽ യൂറോപ്പിലെ പല രാജ്യങ്ങൾ, ഈവൻ മിഡിൽ ഈസ്റ്റിലെ ഇപ്പം UAE, ഖത്തർ, ഡെവലപ്ഡ് എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈവൻ സിംഗപ്പൂർ അല്ലെങ്കിൽ ഹോങ്കോങ്, ഇവിടെ എല്ലാം ജനങ്ങൾ പല തട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ. പല തട്ടിൽ പറഞ്ഞാൽ അൾട്രാ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, വെൽത്തി ആയിട്ടുള്ള ആൾക്കാരുണ്ട്, മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരുണ്ട്, അതിന് താഴെയുള്ള ആൾക്കാരുണ്ട്. എവിടെയും റിച്ചും പൂറുണ്ട്. ഏറ്റവും റിച്ചായിട്ടുള്ള കൺട്രിയിലും റിച്ചും പൂറുണ്ട്. അപ്പോൾ അതല്ല നമ്മുടെ ഇവിടുത്തെ സംസാര വിഷയം ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഡബിൾ സ്റ്റാൻഡേർഡ്, പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനോട് കാണിക്കുന്ന ഡബിൾ സ്റ്റാൻഡേർഡ്, ദശാബ്ദങ്ങളായിട്ട് അവർ കാണിക്കുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ്, വളരെ ക്ലിയറാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്കറിയാം, അല്ലെങ്കിൽ ഈ ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ജിയോ പൊളിറ്റിക്സ് മനസ്സിലാക്കിയാൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ നമുക്ക്, അത് കാശ്മീർ ഇഷ്യൂ അല്ല ശരിക്കും പറഞ്ഞാൽ, ജിയോ പൊളിറ്റിക്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ്ലി പറയുന്നത്, ഇന്ത്യയും പാകിസ്ഥാനും ഇനി നാളെ, ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വളരെ ആത്മാർത്ഥമായിട്ട് ഇന്ത്യയുടെ ഭരണ പക്ഷവും എന്നുവെച്ചാൽ ഇന്ത്യയുടെ
ഗവൺമെൻറ്റും പാകിസ്ഥാൻ്റെ ഗവൺമെൻറ്റും ഉഭയകക്ഷിപരമായിട്ട് അവർ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു സമാധാനം ഉണ്ടാകണം എന്ന രീതിയിൽ അവർ തീരുമാനിച്ച് ചർച്ചയൊക്കെ ചെയ്ത് ഇനിയും ഒരിക്കലും ഭാവിയിൽ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത്, കാശ്മീർ ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അവർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെയും അതിനെ അട്ടിമറിക്കാൻ രാജ്യങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. മനസ്സിലായല്ലോ. ഈ രാജ്യത്തിനകത്ത് തന്നെ തീർച്ചയായിട്ടും എപ്പോഴും സദാ ജാഗരൂകരായിട്ട് ഇതിനെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന ദശാബ്ദങ്ങളായിട്ട് ഇവിടെ ഇന്ത്യയിൽ നെഹ്റുവിൻ്റെ കാലം മുതൽ അപ്പുറത്ത് മറ്റേ മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന അവരുടെ ആദ്യത്തെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് പ്രൈം മിനിസ്റ്റർ അല്ലേ, ആ ഒരു ടൈം മുതൽ ഇങ്ങോട്ട് തന്നെ ഇപ്പോഴും ഇതിന് ഒരു രീതിയിലും പരിഹാരം ഉണ്ടാകരുതെന്ന് മാത്രമല്ല ഉണ്ടാകരുതെന്നല്ല, പരിഹാരം ഇതിന് ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ ഈ രണ്ട് ധ്രുവങ്ങളിലായിട്ട് നിലനിൽക്കേണ്ട രണ്ട് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാകിസ്ഥാൻ ഒരു ആർട്ടിഫിഷ്യൽ ക്രിയേഷനാണ്, സിന്തറ്റിക് ക്രിയേഷനാണ്. അത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ വളർച്ചയെ നശിപ്പിക്കുവാനും അല്ലെങ്കിൽ ഇല്ലാതാക്കാനും വേണ്ടി ഉണ്ടാക്കിയെടുത്ത അമേരിക്ക, നമ്മൾ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ അമേരിക്ക അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അമേരിക്ക എന്നുള്ളൊരു അമേരിക്ക അല്ല ശരിക്കും പറഞ്ഞാൽ, വെസ്റ്റേൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. പാശ്ചാത്യ ശക്തികൾ, അത് നേരത്തെ നമ്മൾ ബ്രിട്ടീഷ് എംപയർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം എന്നുള്ളൊരു പേരിൽ നമ്മൾ ആ ഒരു കാലഘട്ടത്തിലാണല്ലോ ഇന്ത്യയുടെ വിഭജനവും പാകിസ്ഥാനും ഉണ്ടാക്കിയത്. അപ്പോൾ ഈ പാകിസ്ഥാനം ഉണ്ടാക്കിയത് ഇന്ത്യയെ ഒരിക്കലും വളരാൻ അനുവദിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തിലൂടെയാണ്. അത് ഇതുവരെ അവർക്ക് അതിനകത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. പാകിസ്ഥാൻ്റെ ക്രിയേഷന് ഇന്ത്യ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ അവരുടെ ടാർഗറ്റ്, റഷ്യ അല്ലെങ്കിൽ ഈവൻ ചൈന പോലും അവരുടെ ടാർഗറ്റാണ് ശരിക്കും പറഞ്ഞത്. ഓക്കെ, അത് നമുക്ക് പിന്നീട് മറ്റേതെങ്കിലും ടോപ്പിക്കിൽ സംസാരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കോൾഡ് വാർ കഴിഞ്ഞു, സോവിയറ്റ് യൂണിയൻ കൊളാപ്സായി. ആ സമയം വരെ പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ എന്താണ് പറയുന്നത്, പഴയ പോലുള്ള ഈ ഊഷ്മളമായിട്ടുള്ള ബന്ധങ്ങളൊന്നുമില്ലായിരുന്നു. പാകിസ്ഥാനെ അമേരിക്ക പഴയതുപോലൊന്നും കാര്യമായിട്ട് സഹായിക്കുകയും അല്ലെങ്കിൽ എന്നുവെച്ചാൽ ജിയോ പൊളിറ്റിക്കൽ അവരുടെ ഇൻട്രസ്റ്റിന് അനുയോജ്യമല്ല പാകിസ്ഥാൻ എന്നുള്ളൊരു, കാരണം അമേരിക്കയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണ്, അവരുടെ ഡബിൾ സ്റ്റാൻഡേർഡ് കാര്യമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് കുറേ കാലമൊക്കെ ഇന്ത്യയായിട്ട് അവർ കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ഇന്ത്യയെ അവർ കൂടുതൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പാർട്ണറായിട്ട് അംഗീകരിക്കുകയും അങ്ങനെ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് മുന്നോട്ടൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം. ഇന്ത്യ ഇസ്രായേൽ റിലേഷൻസ്, ഇന്ത്യ അമേരിക്കൻ റിലേഷൻസൊക്കെ വളരെ സ്ട്രെങ്തൻ ചെയ്തൊക്കെ മുന്നോട്ട് വന്നു. ഓക്കെ, ഇപ്പോഴും അത് ഇല്ലെന്ന് പറയുന്നത്, കാരണം വളരെ റീസെൻ്റായിട്ട് തന്നെ ഇന്ത്യക്ക് വളരെ എന്താണ് പറയുന്നത്, മിലിറ്ററി എക്യുപ്മെൻറ്റ്സൊക്കെ അമേരിക്ക അപ്രൂവ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ തന്നെയും പാകിസ്ഥാനെ വളരെ അടുത്ത കാലത്തായിട്ട് അവരുടെ ഫേവറേറ്റ് പ്രോക്സിയായിട്ട്, ഇന്ത്യക്കെതിരെയുള്ള പ്രോക്സിയായിട്ട് പാകിസ്ഥാനെ അമേരിക്ക കണക്കാക്കാൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ ശരിക്കും പറയാൻ പോകുന്നൊരു വിഷയം എന്നാണല്ലോ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിസ്റ്റോറിക്കലി പാകിസ്ഥാൻ അവർ യൂസ് ചെയ്യുന്നത് ഇന്ത്യക്കെതിരെയുള്ളൊരു തുറപ്പിയൂട്ടായിട്ടാണ്. എന്നുവെച്ചാൽ ഇന്ത്യ ഒരിക്കലും വളർന്നു നല്ലൊരു മഹാശക്തിയായി, കാരണം ഇപ്പം ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, നമ്മൾ അൺഡിവൈഡ് ഇന്ത്യയാണ് നയിക്കട്ടെ. എന്നുവെച്ചാൽ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നു. സ്വാതന്ത്ര്യം കിട്ടി അതൊക്കെ ഒരു ഫേക്കാണ് ശരിക്കും പറഞ്ഞാൽ. സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുമ്പോൾ അവരുടെ ഔദാര്യം കൊണ്ട് നമുക്ക് കിട്ടിയെന്നൊക്കെ ആയിരിക്കും. എന്നുവെച്ചാൽ എത്രയോ ദൂരത്ത് കിടന്ന ആൾക്കാർ വന്നിട്ട് നമ്മളെ അടിച്ചമർത്തുകയും അല്ലെങ്കിൽ നമ്മളെ കീഴ്പ്പെടുത്തുകയും ചെയ്തിട്ട് നമ്മൾ അവരുടെ മുമ്പിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബെഗ് ചെയ്തിട്ട് ഓക്കെ എന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വാതന്ത്ര്യം തരാം എന്ന് പറയുമ്പോൾ 1947 ഓഗസ്റ്റ് 15 അവർ നമുക്ക് സ്വാതന്ത്ര്യം തന്നു എന്നുള്ളൊരു രീതിയിലാണ് നമ്മളിപ്പോഴും സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ സംസാരിക്കാതിരിക്കുക. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടൊന്നുമില്ല, നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യമില്ല അമ്മമാരുടെ, ബ്രിട്ടീഷിൻ്റെ അല്ലെങ്കിൽ അമേരിക്കക്കാരുടെ അല്ലെങ്കിൽ പാശ്ചാത്യരുന്നതല്ല. മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് വേണം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ള കോൺസെപ്റ്റ് വേണ്ട തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ 1947 ഓഗസ്റ്റ് 15 മുതൽ ഇങ്ങോട്ടുള്ള ഈ സമയങ്ങൾ നമ്മൾ ഇന്ത്യയും രണ്ടാമത് പാകിസ്ഥാൻ എന്നുള്ള രണ്ട് രാജ്യങ്ങളുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്, ഇല്ലെന്ന് പറഞ്ഞില്ല.
അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്തു അമ്മമാർ. എന്നുവെച്ചാൽ ഒരു അൺഡിവൈഡ് ഇന്ത്യ ആയിട്ടുള്ള നമ്മൾ അന്നൊക്കെ ഇതുപോലുള്ളൊരു പൊളിറ്റിക്കൽ സ്ട്രക്ചറോ സെറ്റപ്പോ ഒന്നുമില്ല. അത് ഒരു യാഥാർത്ഥ്യമാണ്, ഇല്ലെന്ന് പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് അല്ലെങ്കിൽ അങ്ങനൊന്നും അല്ലായിരുന്നു. പല 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 എന്താ നമ്മൾ പറയുന്നത് നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്ന സംവിധാനങ്ങളായിരുന്നു. അപ്പോൾ അതിനെല്ലാം യൂണിഫൈ ചെയ്തിട്ടാണ് ഇന്ത്യ ഉണ്ടാക്കിയത്, മറ്റേ പാകിസ്ഥാൻ ഉണ്ടാക്കിയതെന്നുള്ളത്. എന്നിരുന്നാൽ തന്നെയും ഇതിനെ വെട്ടിമുറിച്ച് പാകിസ്ഥാൻ മുസ്ലിം രാജ്യവും ഇന്ത്യ ഇപ്പുറത്ത് ഒരു നമുക്ക് വേണമെങ്കിൽ പാർഷ്യലി ഹിന്ദു ഡോമിനേറ്റഡ് അല്ലെങ്കിൽ എന്നുള്ളൊരു കൺസെപ്റ്റ്. അത് ഇന്ത്യ ഒരു ഹിന്ദു, പാകിസ്ഥാനെ പോലെ പാകിസ്ഥാൻ ഇസ്ലാമിക് നേഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ഇന്ത്യ ഒരു ഹിന്ദു നേഷനായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്ന് മുതലേ വളരെ അത്യാവശ്യം മാന്യമായ രീതിയിൽ ഇല്ല, നമ്മൾ ആഭ്യന്തരമായിട്ടും അന്താരാഷ്ട്രപരമായിട്ടുമൊക്കെ നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്ത് വരുന്നൊരു രാജ്യമാണ് ശരിക്കും പറഞ്ഞാൽ. ഒട്ടനവധി കുറവുകളും പോരായ്മകളൊക്കെ നമുക്കുണ്ടെങ്കിൽ തന്നെയും വലിയ പേരുദോഷമൊന്നും നമ്മൾ കേൾപ്പിക്കാത്തൊരു രാജ്യമാണ്. ഡെമോക്രാറ്റിക്കായിട്ടുള്ള, എന്നാൽ അത്യാവശ്യം ഇവിടുത്തെ ജനങ്ങൾ ഏറെക്കുറെ നല്ലൊരു വിഭാഗം ജനങ്ങളും മാന്യമായിട്ടും മര്യാദയ്ക്കുമൊക്കെ തന്നെ ജാതി മതം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ രാജ്യം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമ്മൾ ജീവിക്കുകയും നമ്മൾ പിന്നെ ഒരു ബെറ്റർ സിറ്റിസൺസ് എന്നുള്ളൊരു ഔട്ട്ലുക്ക് നമുക്കൊണ്ട് വരണം. പാകിസ്ഥാനെ പോലല്ല നമ്മൾ തീർച്ചയായിട്ടും. കാരണം അതൊരു ജിഹാദി ഹബ്ബോ അല്ലെങ്കിൽ ടെററിസ്റ്റിൻ്റെ ഹബ്ബോ മിലിറ്റൻസിൻ്റെ ഹബ്ബോ ഒന്നുമല്ല. ഇവിടുത്തെ ഭരണകൂടമല്ല, ഇവിടുത്തെ ജനങ്ങളുമല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാൻ നമ്മൾ വ്യത്യാസമുണ്ട്. പക്ഷേ പാകിസ്ഥാൻ്റെ നിർമ്മിതി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു രീതിയിലും നമ്മളെ മുന്നോട്ട് ഒരു ശക്തിയായിട്ട് വളർന്ന് പോകാൻ അനുവദിക്കരുത് എന്നുള്ളൊരു വളരെ ദീർഘവീക്ഷണമുള്ള ബ്രിട്ടീഷ് അമേരിക്കൻ അല്ലെങ്കിൽ ആംഗ്ലോ അമേരിക്കൻ നമ്മൾ പറഞ്ഞാൽ ആ ഒരു സംവിധാനത്തിൻ്റെ, കാരണം 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും അതിന് എത്രയോ വർഷങ്ങൾ മുമ്പായിട്ട്, ദശാബ്ദങ്ങൾ മുമ്പായിട്ട് അമ്മമാരിത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ അൺഡിവൈഡ് ഇന്ത്യയുടെ റീച്ച് എന്ന് ഞാൻ പറഞ്ഞത് മിഡിൽ ഈസ്റ്റിലാണ് നമുക്കത്. ഇപ്പോൾ പാകിസ്ഥാനും ഇറാനും തമ്മിൽ നെയ്ബേഴ്സാണ്. നമ്മൾ പാകിസ്ഥാൻ ഉണ്ടായില്ല, ഇന്ത്യ മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ നെയ്ബറായിരുന്നു ഇറാനിൽ നമുക്ക് ഗ്യാസും ഓയിലും ഒക്കെ നമുക്ക് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ അയൽ രാജ്യമായിട്ടുള്ള ഇറാനിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. മിഡിൽ ഈസ്റ്റ് നമ്മുടെ ഇമ്മീഡിയറ്റ് റീച്ചിലായിരുന്നു. അഫ്ഗാനിസ്ഥാൻ നമ്മളുടെ തൊട്ടടുത്തുള്ള അയൽ രാജ്യമാണ്. നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും നമുക്ക് റീച്ച് കിട്ടും. നമുക്കങ്ങനെ അതിനെല്ലാം പിന്നെ തകിടം മറിച്ച് അല്ലെങ്കിൽ നശിപ്പിച്ച് അല്ലെങ്കിൽ ഇല്ലാതാക്കിക്കൊണ്ടാണ് പാകിസ്ഥാനെ ക്രിയേറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ. എന്നുവെച്ചാൽ ഇന്ത്യ ഒരിക്കലും വികസിക്കരുത്, ഒരു മഹാശക്തിയായി മാറരുത് എന്നുള്ള ഉറച്ച തീരുമാനത്തിലൂടെയാണ് അവർ പാകിസ്ഥാനെ ഉണ്ടാക്കിയതും പിന്നെ അതിനുശേഷം കാശ്മീർ എന്നുള്ള വിഷയം ഉണ്ടാക്കിയത്. അതിനകത്തിൽ അവർ പൂർണ്ണമായിട്ടും വിജയിച്ചു എന്നുള്ള കാര്യം നമുക്ക് ഇതുവരെയുള്ള ഈ ഡെവലപ്മെൻറ്റ്സിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ജിയോ പൊളിറ്റിക്കൽ കാഴ്ചകൾ നമുക്ക് മനസ്സിലാക്കും. കാരണം ഇന്ത്യക്ക് തീർച്ചയായിട്ടും അതൊന്നും ഇതുവരെ മുമ്പോട്ട് നമുക്ക് പോകാൻ സാധിച്ചിട്ടില്ല, ഇല്ലേ? ഇപ്പോഴും ആ ഒരു ഇഷ്യൂസ് ഒന്നും റിസോൾവ് ചെയ്തിട്ടില്ല. കാശ്മീർ എന്നുള്ള വിഷയമായാലും ശരി, പാകിസ്ഥാൻ എന്നുള്ള വിഷയം നമ്മൾ റിസോൾവ് ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ഇന്ത്യ എപ്പോഴും തീർച്ചയായിട്ടും ഒത്തിരി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ജിയോ പൊളിറ്റിക്കലി മീൻസ് ഈ വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്ന രാജ്യമാണ്. ഓക്കെ, അപ്പോൾ അവിടെ ദശാബ്ദങ്ങളായിട്ട് പാകിസ്ഥാനെ ഒരു പ്രോക്സിയായിട്ട്, ഇന്ത്യക്കെതിരെയുള്ള പ്രോക്സിയായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയെ കടിച്ചു കീറാൻ എപ്പോഴും സജ്ജമാക്കി വെച്ചിട്ടുള്ളൊരു വേട്ടപ്പട്ടിയായിട്ട് മാത്രമാണ് പാകിസ്ഥാനെ ക്രിയേറ്റ് ചെയ്തതും പാകിസ്ഥാനെ മറ്റേമാരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും. അപ്പോൾ അത് ഈ ഒരു അമേരിക്കയുടെ വളരെയേറെ റീസൺ, അതായത് ബൈഡൻ മുതലാണ് ഇങ്ങോട്ട് പെട്ടെന്നൊരു ചേഞ്ച്. അതിന് മുമ്പ് വരെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ അമേരിക്കയുടെ പാകിസ്ഥാനോടുള്ള ഈ പോളിസിയിലുള്ള ഷിഫ്റ്റ് ബൈഡൻ അഡ്മിനിസ്ട്രേഷനിലാണ് ശരിക്കും പറഞ്ഞാൽ പ്രകടമായി തുടങ്ങിയത്. അത് ട്രംപ് വന്നപ്പോഴത്തേക്ക്, ട്രംപിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ടേം 2016-20 കാലഘട്ടത്തിലേക്ക് ട്രംപ് വന്നതിന് ശേഷം പിന്നെ ബൈഡൻ വന്നു. ഓക്കെ, അപ്പം ബൈഡൻ്റെ സമയത്ത് ഇത് നല്ല രീതിയിൽ അവർ പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിച്ചു. ട്രംപിൻ്റെ ഈ രണ്ടാമത്തെ വരവിൽ അത് ആക്സിലറേറ്റ് ചെയ്തെന്ന്. ആദ്യത്തെ ടൈമിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. രണ്ടാമത്തെ ടൈമിൽ ശരിക്കും പറഞ്ഞാൽ ആക്സിലറേറ്റ് ചെയ്തു. എന്നുവെച്ചാൽ അതിന് സ്പീഡ് കൂടി. പാകിസ്ഥാനെ അവരുടെ പ്രോക്സിയായിട്ട് മാറ്റുന്നതിലുള്ള സ്പീഡ് ട്രംപിൻ്റെ രണ്ടാമത്തെ അഡ്മിനിസ്ട്രേഷൻ, എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നിലവിലുള്ള അഡ്മിനിസ്ട്രേഷൻ സ്പീഡപ്പ് ചെയ്യുന്നത്. ബൈഡൻ്റെ അഡ്മിനിസ്ട്രേഷനാണ് ശരിക്കും പറഞ്ഞാൽ അതിന് ഒരു, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞാൽ അമേരിക്ക ഇപ്പോൾ ആര് വരച്ചാലും അവരുടെ പോളിസിക്കകത്തൊന്നും വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നില്ല. അപ്പോൾ അവർ പാകിസ്ഥാനെ എപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു ഈ സബ് കോണ്ടിനെൻറ്റിൽ, നമ്മുടെ സൗത്ത് ഏഷ്യ സബ് കോണ്ടിനെൻറ്റിൽ ഇന്ത്യക്കെതിരെയുള്ളൊരു കൗണ്ടർ വെയിറ്റ് ആയിട്ടാണ്. എന്നുവെച്ചാൽ ഒരു ശരിക്കും ഇന്ത്യയെ
പിന്നെ എപ്പോഴും മുൾമുനയിൽ നിർത്താനുള്ള ഒരു ആയുധം, ഇൻസ്ട്രുമെൻറ്റ്, ടൂളായിട്ടാണ്, പ്രോക്സിയായിട്ടാണ് പാകിസ്ഥാനെ അവർ പണ്ടുണ്ടാക്കിയതും ഇപ്പോൾ അവരത് പാകിസ്ഥാനെ ഉപയോഗിക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബൈഡൻ്റെ അഡ്മിനിസ്ട്രേഷൻ സമയത്ത് നമുക്കറിയാം പാകിസ്ഥാന് F-16 ഫ്ലീറ്റ് പിന്നെ അപ്ഗ്രേഡ് ചെയ്യാനും മോഡേണൈസ് ചെയ്യാനും ഒക്കെ തന്നെ പാകിസ്ഥാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ട്ണറായിട്ട് അവർ പറയുമ്പോഴും ഇന്ത്യയായിട്ട് ഭയങ്കര ശക്തമായിട്ടുള്ള മിലിറ്ററി, സ്ട്രാറ്റജിക്, ഇക്കണോമിക് റിലേഷൻസൊക്കെ ഉണ്ട് എന്നവർ ക്ലെയിം ചെയ്യുമ്പോഴും ഒരു സൈഡിലുണ്ടത്, ഇല്ലെന്ന് പറയുന്നില്ല നമുക്ക്. മറു സൈഡിൽ ഇന്ത്യയുടെ ബദ്ധശത്രുവായിട്ടുള്ള പാകിസ്ഥാനെ അവർ ഇന്ത്യക്ക് എതിരായിട്ട് പ്രോക്സിയായിട്ട് നിലനിൽക്കാൻ വേണ്ടി അവരെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. F-16 ഫ്ലീറ്റ് മോഡേണൈസ് ചെയ്യാനൊക്കെയുള്ള ഫിനാൻഷ്യൽ പാക്കേജ് ബൈഡൻ്റെ സമയത്ത് കൊടുക്കുകയും അതുപോലെ തന്നെ IMF-ൽ നിന്നുള്ള സഹായം അമേരിക്ക വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. ഏത് രാജ്യത്തിനും IMF-ൽ നിന്ന് ഏത് രാജ്യത്തിനും ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ അമേരിക്ക അതിനകത്തിൽ യെസ് പറഞ്ഞാൽ മാത്രമേ ഏതെങ്കിലും രാജ്യത്തിന് IMF-ൽ നിന്ന് ഇമ്മീഡിയറ്റായിട്ട്, കാരണം പല സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്ന രാജ്യമായിട്ടുള്ള പാകിസ്ഥാനൊക്കെ ലോൺ കിട്ടണമെങ്കിൽ അമേരിക്ക യെസ് പറഞ്ഞാൽ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. അപ്പോൾ അമേരിക്ക യെസ് പറയണമെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാനെ അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും അവർ തീർച്ചയായിട്ടും ഇങ്ങനൊരു പോളിസി അല്ലെങ്കിൽ നിലപാട് മാറ്റം. അല്ലെങ്കിൽ അമേരിക്ക നോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പാകിസ്ഥാന് ഈ പറഞ്ഞ ലോണ് IMF-ൽ നിന്ന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പാക്കേജ് കിട്ടത്തില്ല. അപ്പോൾ അത് അവരുടെ പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാനുള്ളൊരു പ്രോക്സിയായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയല്ല, ഉപയോഗിക്കണം എന്നുള്ള അവരുടെ ആ ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ തീരുമാനം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇമ്രാൻഖാൻ്റെ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക അറിയാതെ അതൊന്നും സംഭവിക്കത്തില്ല. റഷ്യ യുക്രൈൻ വാർ തുടങ്ങുന്ന സമയത്താണ്, അതിന് തൊട്ട് മുമ്പ് പിന്നെ ഇമ്രാൻഖാൻ റഷ്യയുമായിട്ട് എനിക്ക് മോസ്കോ വിസിറ്റ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇമ്രാൻഖാനെ ഭരണത്തിൽ നിന്ന് മാറ്റുകയും പിന്നീടുള്ള സംഭവവികാസങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അത് അങ്ങനെ പിടിച്ചകത്തിടുകയും പിന്നെ ആസിഫ് മുനീർ അവരുടെ ആർമി ചീഫ് ആകുകയും ഒക്കെ ചെയ്ത ഡെവലപ്മെൻറ്റ്സ് നമുക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. അതെല്ലാം അമേരിക്കയുടെ ബ്ലെസ്സിങ്ങോടുകൂടി മാത്രമേ നടക്കത്തുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോഴും ഇമ്രാൻഖാൻ പ്രസിഡൻ്റാണ്. എങ്ങനെ അവസ്ഥ പോലും നമുക്കറിയത്തില്ല. എത്ര പോപ്പുലറായിട്ടുള്ള ലീഡറായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടാണ്. ഇപ്പോൾ ഒരു ശബ്ദവുമില്ല, ബഹളവുമില്ല. ആ സമയത്തൊക്കെ അവിടെ പാകിസ്ഥാനിലെ മൊത്തം തെരുവിൽ എന്തുമാത്രം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ തെരുവിലിറങ്ങി ഇമ്രാൻഖാന് വേണ്ടി സമരം ചെയ്തു. പക്ഷേ അതെല്ലാം വളരെ ഇഫക്റ്റീവായിട്ട്, സിസ്റ്റമാറ്റിക്കായിട്ട് പാകിസ്ഥാൻ്റെ ഭരണകൂടം അതിനെല്ലാം അടിച്ച് അമർച്ച ചെയ്ത്. അപ്പോൾ ഏത് നേതാവിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇമ്രാൻഖാനെ പിടിച്ചകത്തിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ പോളിസിയെ സപ്പോർട്ട് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു പോളിസി പാകിസ്ഥാന് എടുക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനൊരു പ്രശ്നം പുള്ളിക്കുണ്ടായത്. അതിപ്പോൾ ഏത് രാജ്യത്തെ നേതാവിനായാലും അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിലായല്ലോ. നമുക്കറിയാം ഇന്ത്യക്ക് എതിരെ റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം ഇന്ത്യ റഷ്യയുമായിട്ടും പുടിനുമായിട്ടും ഒക്കെ തന്നെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുക എന്ന് വെച്ചാൽ ഓയിൽ വാങ്ങിക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോൾ അമേരിക്ക എത്രത്തോളം നമ്മളെ പ്രഷറൈസ് ചെയ്തു നമുക്ക് ഏതെല്ലാം രീതിയിൽ. അപ്പോൾ അതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും പാകിസ്ഥാനെ പ്രോക്സിയായിട്ട് ഉപയോഗിക്കുന്നതിൽ അമേരിക്ക കൂടുതൽ, ട്രംപ് പ്രത്യേകിച്ച് കൂടുതൽ താല്പര്യം കാണിക്കുകയും ഇന്ത്യയെ എല്ലാ രീതിയിലും നാറ്റിക്കാൻ പറ്റുന്ന അവസരങ്ങളെല്ലാം നാറ്റിക്കുകയും ഇന്ത്യക്കെതിരെ കൂടുതൽ സാമ്പത്തികവും അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെ ചെലുത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടാണ്. മനസ്സിലായല്ലോ. അപ്പോൾ അവരുടെ പോളിസിയെ നമ്മൾ അനുകൂലിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്തിന് സംഭവിക്കാൻ പോകുന്ന ആ ഒരു പ്രശ്നങ്ങൾ, ആ രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനത്തിനും ആ പൊളിറ്റിക്കൽ ലീഡറിനും ഒക്കെ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥകൾ ഇതൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ട്രംപിൻ്റെ രണ്ടാമത്തെ ടേമിലാണല്ലോ നമ്മൾ പഹൽഗാം ഉണ്ടായതും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായതെന്നുള്ളത് നമുക്കറിയാം. ഇത് പാകിസ്ഥാൻ എന്തായാലും തീർച്ചയായിട്ടും ഈ തകർന്നടിഞ്ഞിരിക്കുന്ന പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഇങ്ങനൊരു മിസ്അഡ്വഞ്ചർ
സ്വന്തം ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരമോ ചെയ്യത്തില്ല എന്നുള്ള കാര്യം നമുക്ക് 100% അറിയാം. കാരണം ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത്, തിരിച്ച് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നൊരു ഭവിഷ്യത്ത് പാകിസ്ഥാനി എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ അറിയാവുന്നതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാൻ എന്തായാലും സ്വന്തമായിട്ട് ഇന്ത്യക്കെതിരെ അങ്ങനെയുള്ളൊരു മിസ്അഡ്വെഞ്ചർ, ടെററിസ്റ്റ് അറ്റാക്ക് എന്തായാലും തീർച്ചയായിട്ടും ചെയ്യാൻ പോകുന്നില്ലെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇതിനകത്തിൽ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനൊരു തീവ്രവാദ പ്രവർത്തനം, അത് ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിനെ അട്ടിമറിക്കാനോ അസ്ഥിരപ്പെടുത്താനോ ഒക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ളതായിരുന്നായിരിക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടത്തി. അതിനുശേഷം ട്രംപ് പറഞ്ഞത്, ട്രംപ് ഇടപെട്ടിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതും, അല്ലെങ്കിൽ ഇന്ത്യ യുദ്ധത്തിൽ നിന്ന് പാകിസ്ഥാനെ ഈ പറഞ്ഞ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നിർത്തിയതും, അല്ലെങ്കിൽ പിന്നീട് സമാധാനം അവിടെ ഉണ്ടായതെന്നൊക്കെ പറഞ്ഞ് ട്രംപ് പല പ്രാവശ്യം ക്ലെയിം ചെയ്തിട്ടുണ്ട്. പല പ്ലാറ്റ്ഫോമിൽ പലയിടങ്ങളിൽ ക്ലെയിം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ അതിനെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള അതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ അന്ന് മുതൽ ഇന്ന് വരെ ട്രംപിനെ ഈ ഒരു കാര്യത്തിൽ ശരി, ട്രംപ് പറഞ്ഞാണ് ശരി, ട്രംപാണ് സമാധാനം പുനഃസ്ഥാപിച്ചത്, അതുകൊണ്ട് ട്രംപിനെ നോബൽ പ്രൈസ് കൊടുക്കണം എന്നുള്ള അന്ന് മുതൽ ഇന്ന് വരെ ട്രംപിനെ പാകിസ്ഥാൻ്റെ പ്രസിഡൻറ്റും പാകിസ്ഥാൻ പ്രസിഡന്റ് മീൻസ് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷെരീഫും അവരുടെ ഇപ്പോഴത്തെ ഫീൽഡ് മാർഷലായിട്ടുള്ള ആസിഫ് മുനീറും എല്ലാം തന്നെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ഈ സപ്പോർട്ട് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാനെതിരെയുള്ള ഈ ആക്രമണങ്ങൾ, അതായത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റാർട്ട് ചെയ്ത് അത് പാകിസ്ഥാന് വളരെയധികം നാശനഷ്ടങ്ങൾ, ഒരുപക്ഷെ പാകിസ്ഥാനെ ഇന്ത്യ എന്തുകൊണ്ട് ഇത് ഇത്ര പെട്ടെന്ന് നിർത്തി എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഒരുപക്ഷെ അമേരിക്ക ഇടപെട്ടിട്ടുണ്ടാകും, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്കങ്ങനെ എന്താ പറയുന്നത്, രണ്ടും കൽപ്പിച്ച് നമുക്കങ്ങനെ നമ്മളെപ്പോലുള്ള രാജ്യത്തിന് തീർച്ചയായിട്ടും അത് സാധ്യമല്ല. ജിയോ പൊളിറ്റിക്കൽ പ്രഷർ നമുക്ക് തീർച്ചയായിട്ടും അതിന് നമുക്ക് വശംവദരായേ പറ്റത്തുള്ളൂ നമുക്കതല്ല ഇപ്പോഴും. കാരണം അത്രയ്ക്ക് നമ്മളൊരു അത് മൈൻഡ് ചെയ്യാതെ നമുക്ക് തീർച്ചയായിട്ടും പാകിസ്ഥാനെതിരെ യൂണിലാറ്ററലായിട്ടൊരു ആക്ഷൻ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഷോർട്ട് ടൈം വാറിലൊക്കെ നമുക്ക് പറ്റുന്നുണ്ടോ, അതൊരു സത്യമാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ അമേരിക്ക ഇടപെട്ടിട്ടുണ്ടായിരിക്കാം. അമേരിക്ക ഇടപെട്ടതിൻ്റെ ഫലമായിട്ടായിരിക്കും ഇന്ത്യ ഒരുപക്ഷെ വെടിനിർത്തൽ അല്ലെങ്കിൽ നമ്മൾ ആ യുദ്ധം അവസാനിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ അവസാനിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു യുദ്ധം ഒരു നെക്സ്റ്റ് 24 hours 48 hours ഒക്കെ ഒരുപക്ഷെ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ പാകിസ്ഥാന് നമ്മുടെ നേവിയെ നമ്മൾ തീർച്ചയായിട്ടും ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം നേവിയെ കൂടെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു എന്താണ് പറയുന്നത്, അവർക്ക് നമുക്കത് ഇപ്പോൾ ഒരിക്കലും അതിനെക്കുറിച്ച് നമുക്കൊരു കമൻറ്റ് പറയാൻ സാധിക്കുന്നതാണല്ലോ. ചൈനയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു പൂർണ്ണമായിട്ടും എല്ലാ രീതിയിലും. ചൈനയുടെ ആയുധങ്ങളും ടർക്കിയുടെ ആയുധങ്ങളും ഒരു ഭാഗത്തുണ്ടായിരുന്നു, ചൈനയുടെ ആയുധങ്ങൾ. പക്ഷേ അതിനെല്ലാം നിഷ്പ്രഭമായിക്കൊണ്ടാണ് ഇന്ത്യ വളരെ ഇൻറ്റീരിയറായിട്ട് വളരെ ഡീപ്പ് പെനിട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ അവരുടെ എല്ലാ വൈറ്റലായിട്ടുള്ള ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ അവരുടെ അസറ്റിലെല്ലാം തന്നെ നമ്മൾ ഡീപ്പ് സ്ട്രൈക്ക് നമ്മൾ നടത്തിയത്. എന്ന് വെച്ചാൽ ബോർഡർ ക്രോസ് ചെയ്യാതെ പോലും നമ്മുടെ ബ്രഹ്മോസ് മിസൈലിൻ്റെയും ഒക്കെ തന്നെ കഥകൾ നമ്മൾ കേട്ടുള്ളതാണ്. അപ്പോൾ അത് ഒരുപക്ഷെ നെക്സ്റ്റ് ഈ പറഞ്ഞ 24 hours 48 hours ഒക്കെ ഒരുപക്ഷെ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നെങ്കിൽ പാകിസ്ഥാൻ നേരിടാൻ പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ നേവിയും കൂടെ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ പാകിസ്ഥാൻ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ വലുതായിരുന്നു. ഒരുപക്ഷെ പാകിസ്ഥാൻ ട്രംപിൻ്റെ കാല് പിടിച്ച് കാണും. ട്രംപ് ഒരുപക്ഷെ ഇന്ത്യൻ ഭരണകൂടമായിട്ട് സംസാരിക്കുകയോ ഏതെങ്കിലും, കാരണം അവർക്ക് ഒരു ബിഗ് പവറാണ്, നമുക്ക് പ്രഷർ ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചാണോ, അങ്ങനെ ഇന്ത്യ ഒരുപക്ഷെ സമ്മതിച്ചാണ് വെടിനിർത്തലിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെയുള്ളത് പ്രോക്സിയായിട്ട് എന്തുകൊണ്ട് അമേരിക്ക ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ഇന്ത്യ ഒരുപക്ഷെ മൂവ് ചെയ്യുന്നില്ല. 1, 2 ഇന്ത്യയുടെ വളർച്ച അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും പിടിക്കത്തില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഇതുപോലുള്ള ഈ പ്രോക്സി വാറ് ഇന്ത്യക്കെതിരെ ദശാബ്ദങ്ങളായിട്ട് അമേരിക്ക നല്ല ആംഗ്ലോ അമേരിക്കൻ അല്ലെങ്കിൽ പടിഞ്ഞാറൻകാർ പാകിസ്ഥാനെ ഉപയോഗിച്ചും ചൈനയെ ഉപയോഗിച്ചും ഒക്കെ തന്നെ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആസിഫ് മുനീർ, പിന്നെ ആസിഫ് മുനീറിനെ ഫീൽഡ് മാർഷലാക്കി. ഇതൊക്കെ അമേരിക്കയുടെ
ബ്ലെസ്സിങ് ഇല്ലാതെ, അമേരിക്കയുടെ പെർമിഷൻ ഇല്ലാതെ ഒന്നും സാധിക്കത്തില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ തീർച്ചയായിട്ടും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാധീന വലയത്തിലാണ് അന്നും ഇന്നും എപ്പോഴും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുക. അങ്ങനെ സംഭവിക്കത്തുള്ളൂ. കാരണം അമേരിക്കയെ നിരസിച്ചുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാന് ഒരിക്കലും ഒരു നിലനിൽപ്പില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഇറാൻ്റെ കാര്യം വരുമ്പം നമുക്കറിയാം, അമേരിക്കയും ഇസ്രായേലും ഒക്കെ തന്നെ ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നു, ന്യൂക്ലിയർ പവർ ആവുന്നു എന്നൊക്കെയുള്ളതാണല്ലോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഭയങ്കര ബഹളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് ലോകത്ത് ഈ തീവ്രവാദികളുടെ ഏറ്റവും വലിയ ഹബ്ബാണ് പാകിസ്ഥാൻ. മിലിറ്റൻസിൻ്റെയും മിലിറ്റൻസിയുടെയും പ്രോക്സികളുടെയും ടെററിസ്റ്റുകളുടെയും ഒക്കെ തന്നെ ഗ്ലോബൽ ഹബ്ബാണ്. എന്നിട്ടും അമേരിക്ക അല്ലെങ്കിൽ ചൈന അല്ലെങ്കിൽ യൂറോപ്യൻ പവേഴ്സ് ഒന്നും തന്നെ പാകിസ്ഥാനെതിരെ, അതുപോലെ തന്നെ അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാംസ് എല്ലാം തന്നെ ക്ലാൻഡസ്റ്റൈൻ എന്ന് പറയാം നമുക്ക് ഇംഗ്ലീഷിൽ. എന്നുവെച്ചാൽ വളരെ ദുരൂഹമായിരുന്നു, വളരെ രഹസ്യമായിരുന്നു, ഓപ്പൺ അല്ല, ട്രാൻസ്പെറൻ്റ് അല്ല. അവിടുന്ന് ഇവിടെയൊക്കെ മോഷ്ടിച്ചും അല്ലെങ്കിൽ ബെഗ് ചെയ്തും സ്റ്റീൽ ചെയ്തൊക്കെ തന്നെയാണ് പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കിയതെന്നുള്ള കാര്യം ലോകത്തിന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പിന്നിൽ അമേരിക്കയും ചൈനയൊക്കെ തന്നെ ആയിരുന്നു. സൗദിക്ക് ഫൈനാൻഷ്യലായിട്ടുള്ള ഹെൽപ്പുകൾ കൊടുത്തും അമേരിക്കയും ചൈനയൊക്കെ തന്നെ ടെക്നോളജിക്കൽ ഹെൽപ്പൊക്കെ കൊടുത്തു തന്നെയാണ് തീർച്ചയായിട്ടും പാകിസ്ഥാനെ ഒരു ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റാക്കി മാറ്റിയത്. അത് ഇന്ത്യയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിനൊന്നും അമേരിക്കയ്ക്കും അല്ലെങ്കിൽ ചൈനയ്ക്കൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇറാൻ്റെ ന്യൂക്ലിയർ വിഷയമാണ് ഇപ്പോൾ വളരെ കാലമായിട്ട് നമ്മൾ അമേരിക്കയ്ക്കും അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ. ഇറാൻ ന്യൂക്ലിയർ പവറായി കഴിഞ്ഞാൽ അത് ലോകത്തിൻ്റെ നാശത്തിനും അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ഒരു നറേറ്റീവ് വെച്ചിട്ടാണല്ലോ അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കുകയും അവർക്കെതിരെ എല്ലാ രീതിയിലുള്ള എന്താണത് സാങ്ഷൻസ് ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഈ AQ ഖാൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ എന്താണ് പറയുക, അവരുടെ പിതാവെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പുള്ളി ലോകം മൊത്തം നടന്ന് മോട്ടിച്ചും കട്ടുമോട്ടിച്ചും ബെഗ് ചെയ്തും ഒക്കെ തന്നെയാണ് പാകിസ്ഥാനെ ന്യൂക്ലിയർ പവറാക്കി മാറ്റിയിട്ടുള്ളതാണ്. അന്നേരമൊന്നും അമേരിക്കയ്ക്ക് വിഷയമില്ലായിരുന്നു. പാകിസ്ഥാനെ ആരും സാങ്ഷൻ ഏർപ്പെട്ടില്ലായിരുന്നു, പാകിസ്ഥാനെ ത്രെട്ടൺ ചെയ്തിട്ടില്ല, പാകിസ്ഥാനെ വാൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് നമുക്ക് അമേരിക്കയുടെ എപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപ് അസീം മുനീറിനെ അവരുടെ ഫേവറേറ്റ് ഫീൽഡ് മാർഷൽ എന്നാണ് വിളിക്കുന്നത്. ഈ US ഇറാൻ ഡിപ്ലോമസിയിലൊരു ഫെസിലിറ്റേറ്ററാണ്. കാരണം പക്ഷേ ഇറാൻ ഇപ്പോൾ വളരെ ലേറ്റസ്റ്റായിട്ട് പറഞ്ഞിരുന്നില്ല, പാകിസ്ഥാൻ അതിൽ യാതൊരു റോളുമില്ല. ഖത്തറാണ് ഇതിനകത്തിൽ ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള ഈ പറഞ്ഞ പീസ് ടോക്കിനകത്തിൽ നിർണായകമായിട്ടുള്ള റോള് വഹിച്ചത് എന്നാണ് ഇറാൻ്റെ വേർഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്തിൽ പാകിസ്ഥാനാണ് ഇതിനകത്തിലെ ഫെസിലിറ്റേറ്റർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പീസ് ടോക്കിന് എന്താണ് പറയുന്നത് മുൻകൈ എടുക്കുന്നതും അല്ലെങ്കിൽ മുൻകൈ എടുത്തതെന്നൊക്കെ ഉള്ള രീതിയിലാണ് പാകിസ്ഥാൻ്റെ നിലപാടും അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ലീഡേഴ്സിൻ്റെ ഒക്കെ തന്നെ ഒരു എന്താണ് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ്സും കമൻസും ഒക്കെ തന്നെ. പക്ഷേ അതെല്ലാം സത്യം എന്നുള്ളത് നമുക്കറിയാം. ഇതൊക്കെ ചില ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള ഗിമിക്സ് മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇപ്പോൾ ഒരു റിന്യൂഡായിട്ടുള്ള എന്നുവെച്ചാൽ വളരെ ഒരു ഊർജ്ജം ഇന്ത്യക്കെതിരെ എന്തും വിളിച്ചു പറയാനും അല്ലെങ്കിൽ ഇന്ത്യയെ ത്രട്ടൺ ചെയ്യാനും ഇന്ത്യയെ വാൺ ചെയ്യാനും ഭീഷണിപ്പെടുത്താനൊക്കെയുള്ളൊരു ഇപ്പോൾ പാകിസ്ഥാൻ ലഭിച്ചിട്ടുള്ള ഒരു എന്താണ് ശുഷ്കാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമേരിക്ക ഇപ്പോൾ പഴയതിനേക്കാളും ശക്തമായിട്ട് പാകിസ്ഥാൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാനെ അമേരിക്ക ഒരു പ്രോക്സിയായിട്ട് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ചൈനയും പാകിസ്ഥാനെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാ രീതിയിലുള്ള ഹെൽപ്പും മിലിറ്ററി ഹെൽപ്പും ഇക്കണോമിക് ഹെൽപ്പും ഒക്കെ തന്നെ കൊടുത്ത് അതുപോലെ തന്നെ ബംഗ്ലാദേശിനെയും ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ അണിനിർത്താൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യക്ക് തീർച്ചയായിട്ടും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കത്തില്ല. എന്ത് വില കൊടുത്തും നമുക്ക് ഈ ഒരു ആക്സസിനെ അല്ലെങ്കിൽ ഈ ഒരു എന്താണ് പറയുന്നത് ഒരു ധ്രുവീകരണത്തെ നമുക്ക് വളരെ ശക്തമായിട്ട് പ്രതിരോധിക്കുകയും അല്ലെങ്കിൽ നമുക്കതിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എതിർക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ സാമ്പത്തികമായിട്ടും സൈനികപരമായിട്ടും നമുക്ക് ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. റഷ്യയായിട്ട് ഇസ്രായേലുമായിട്ടെങ്കിൽ ഇസ്രായേലായിട്ട് ഈവൻ അമേരിക്കയായിട്ട് പരമാവധി നമ്മൾ അമേരിക്കയെ ആയിട്ട് ബന്ധം സ്ഥാപിച്ചിട്ട് പരമാവധി നമ്മൾ
അവരിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ നമുക്ക്. ടെക്നോളജി ആയാലും മിലിറ്ററി ഹെൽപ്പ് ആയാലും എക്യുപ്മെൻറ്റ്സ് ആയാലും വെപ്പൺസ് ആയാലും എല്ലാം തന്നെ. അങ്ങനെ നമ്മളെ സജ്ജീകരിക്കുക, നമ്മളെ ശക്തിപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ മുമ്പുള്ള ഏക പോംവഴി. കാരണം നമുക്കിപ്പോൾ ഒറ്റയ്ക്ക് നമുക്ക് തീർച്ചയായിട്ടും ഇതിനെയൊന്നും നമുക്ക് പൂർണ്ണമായിട്ടും 100% എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ എതിർത്ത് തോൽപ്പിക്കാനോ അല്ലെങ്കിൽ നമുക്കതിനെ പ്രതിരോധിക്കാനോ സാധിക്കത്തില്ല. നമുക്ക് മറ്റു രാജ്യങ്ങളുടെ ഹെൽപ്പ് തീർച്ചയായിട്ടും വേണം. ടെക്നോളജിയുടെ കാര്യത്തിലായാലും ശരി, സാമ്പത്തികമായിട്ടുള്ള മേഖലകളിലായാലും ശരി, നമുക്കത് തീർച്ചയായും വേണം. അതിനെ നമ്മൾ കൂടുതൽ പരമാവധി ചൂഷണം ചെയ്ത് നമ്മൾ വളരുക, ശക്തി ആർജിക്കുക. അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും ഇനിയും വരുന്ന ഭാവിയിൽ നമുക്ക് ഈ പറഞ്ഞ പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. അത് നമ്മളുടെ സാമ്പത്തിക ശക്തിയിൽ കൂടെയും പ്രതിരോധ ശക്തിയിൽ കൂടെ മാത്രമേ നമുക്ക് കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക, അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് മുമ്പിൽ, ഇന്ത്യക്ക് മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. കാരണം പറഞ്ഞു വരുമ്പം ആരും തന്നെ നമ്മളെ സപ്പോർട്ടിന് കാണത്തില്ല, ഇന്ത്യ ഒറ്റയ്ക്ക് മാത്രമേ കാണത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, ആര് ഭരിച്ചു കഴിഞ്ഞാലും. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് നമുക്ക് അടുത്ത വീട്ടിൽ സംസാരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.